മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മ വഴിയൊന്നും കണ്ടില്ല. എങ്കിലും അവൾക്ക് പരിഭ്രമമോ പേടിയോ തോന്നിയില്ല. നല്ല കുളിരുള്ളപ്പോൾ തീയുടെ അടുത്ത് നിൽക്കുന്നതുപോലെ എന്തോ അങ്ങനെയാണ് അവൾക്ക് തോന്നിയത്. കുരുവിയെ കാണട്ടെ. അവൾ കൈ തുറന്നു. കുരുവി നന്ദിയോ സ്നേഹമോ എന്തോ പ്രകടിപ്പിക്കുന്ന ഒരു ചെറു ശബ്ദത്തോടെ മുകളിലേക്ക് പറന്നുപോയി. കുഞ്ഞുപാത്തുമ്മയ്ക്ക് പറക്കാൻ കഴിയുമോ? ഇല്ല. എന്നാൽ നമുക്ക് ചിറകുണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ കുഞ്ഞുപാത്തുമ്മയുടെ വലത് കൈ പിടിച്ചുകൊണ്ട് മാടിൽ കൂടി കയറി. ഭയപ്പെടേണ്ട, പോന്നോളൂ എന്നെല്ലാം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത്രക്ക് വിഷമമില്ലാതെ എങ്ങനെ കയറാൻ കഴിഞ്ഞു എന്നവൾക്കറിഞ്ഞുകൂടാ. ഒരു പ്രകാരത്തിൽ അത്ഭുതവുമാണ്. അവർ മുകളിൽ ചെന്നപ്പോൾ അയാൾ എന്നാലിനി കുഞ്ഞുപാത്തുമ്മ പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് തോട്ടിലേക്ക് പതുക്കെ ചാടി ഓടി ഇറങ്ങി മറിഞ്ഞു. കുഞ്ഞുപാത്തുമ്മ പിന്നീട് പോകുന്നത് കിനാവിലെന്ന മാതിരിയാണ്. അവളുടെ ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായി അവൾക്ക് തോന്നി. ഉള്ള് നിറയെ സന്തോഷവും. അവൾ പാളയും കയറും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് അടുത്ത പുരയിടത്തിൽ കയറി. കിണറ്റുംകരയിൽ ചെന്ന് കുളിക്കുന്നതിന് മുമ്പ് അവൾ കുറെ അധികം മുല്ലപ്പൂക്കൾ പെറുക്കിയെടുത്തു ഒരു ഇലയിൽ കൂട്ടി. അതിനുശേഷം കുപ്പായം ഊരി തോർത്തെടുത്തു. മുണ്ടും അഴിച്ചുവെച്ചു. കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചിട്ടു. എന്നിട്ട് കുഞ്ഞുപാത്തുമ്മ പാള കിണറ്റിലേക്കിറക്കി. അത് വെള്ളത്തിൽ തൊടാറായപ്പോൾ നേരത്തെ കണ്ട ആ ചെറുപ്പക്കാരനെ അവൾ ഓർത്തു. കൈ നനക്കരുത് എന്നുള്ള വാക്കുകളാണ്. അതിശയമെന്നേ പറയേണ്ടൂ. ആ സമയത്ത് അവൾ നാണിച്ചു പുകയും. പാളയും കയറും പരിഭ്രമത്തിനിടയ്ക്ക് കിണറ്റിലിട്ടു. അവൾ വേഗത്തിൽ വസ്ത്രങ്ങൾ വലിച്ചുവാരി എടുത്തു. മാറുകൾ മറച്ചുകൊണ്ട് കുനിഞ്ഞിരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ആൺപിറന്നവൻ ആ പുരയുടെ വാതിൽ തുറന്നു മുറ്റത്തേക്കിറങ്ങി. ഓ, കുഞ്ഞുപാത്തുമ്മ കുളിക്കുകയാണല്ലേ? അയാൾ പറഞ്ഞു. ഞാൻ അതറിഞ്ഞില്ല. എനിക്ക് കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാൻ ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളാം. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. കുഞ്ഞുപാത്തുമ്മ പതുക്കെ പറഞ്ഞു. പാളയും കയറും കിണറ്റിൽ പോയി. എന്ത് പാളയും കയറും കിണറ്റിൽ പോയി? അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് കിണറ്റിലേക്ക് നോക്കി. ഇനി എങ്ങനെ കുളിക്കും? അയാൾ ചോദിച്ചു. കുഞ്ഞുപാത്തുമ്മ ഒന്നും പറഞ്ഞില്ല. പാളയും കയറുമില്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ ഉമ്മ ചീത്ത പറയുകയും ചെയ്യും. ആ ആൺപിറന്നവൻ മുണ്ടുമടക്കി കുത്തി പതുക്കെ കിണറ്റിന്റെ അരഞ്ഞാൺ വഴി ഇറങ്ങി. പാളയും കയറും എടുത്തുകൊണ്ടുവന്നു. അയാൾ ഒരു പാത്രം കൊണ്ടുവന്നു വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന വഴി പറഞ്ഞു. കുഞ്ഞുപാത്തുമ്മ കുളിച്ചോളൂ. ആ മുറിവ് നനക്കരുത്. ആ ചെറുപ്പക്കാരൻ വീട്ടിൽ കയറി വാതിലടച്ചു. അവൾ കുപ്പായമിട്ടു മുണ്ടും ഉടുത്തു. പാളയും കയറും തോർത്തും എടുത്ത് വീട്ടിലേക്ക് പതുക്കെ നടന്നു. അവൾ വീട്ടിൽ ചെന്നു വെള്ളം കോരി ഒഴിച്ചു കുളിച്ചു. നോവൽ തുടരും.